ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിസാസ് രാജ് വ്ളോഗ്സ്. കൊഴുവയാണ് അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതും കൂടി ചേർത്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നീരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ചൂടായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചു. ഇനി കപ്പയാണ്. കപ്പ വെട്ടി കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഇത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയ്ക്ക് നല്ലൊരു ലുക്ക് കിട്ടാനാണ്, പിന്നെ ഒരു ടേസ്റ്റുമായിരിക്കും. അങ്ങനെ അത് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ തിളയ്ക്കണം. തിളച്ച് വെന്ത് കറക്റ്റ് വേവായി കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് വറ്റൽമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, വാളംപുളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ചമ്മന്തി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി കുക്കാക്കാനുണ്ട്. ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് അത് വീണ്ടും കുക്കാക്കിയിട്ട് നല്ലൊരു ബ്രൗൺ കളറായതിനു ശേഷം മാത്രം മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മുടെ കപ്പയും ചമ്മന്തിയും പിന്നെ കൊഴുവ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ചമ്മന്തിയാണ് ഇതിൽ ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.